ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം ചലഞ്ചേഴ്സായിട്ട് ശോഭ വിശ്വനാഥും അതുപോലെ തന്നെ ഷിയാസ് കരീമും അതിനുശേഷം അവർ രണ്ടുപേരും പോയതിനു ശേഷം റിയാസ് സലീമും വന്നിട്ട് പോയി. ശരിക്കും ആ 3 പേര് വന്നു പോയതിനു ശേഷം ബിഗ് ബോസ് വീടിന് എന്താണ് സംഭവിച്ചത്? റിയാസ് സലീം വന്ന് കയറിയ പാടെ ലക്ഷ്മിക്കിട്ട് തോണ്ടാൻ നോക്കി. പക്ഷെ ലക്ഷ്മി കണക്കിന് മറുപടി കൊടുത്ത് ഒതുക്കി. പിന്നെ ലക്ഷ്മിയുടെ അടുത്ത് അധികം ചൊറിയാൻ വേണ്ടി പോയില്ല. എൻ്റെ പൊന്നോ, ഇന്നലത്തെ ലൈവും എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ ഷാനവാസ് കയറി അങ്ങ് ഉടുത്ത് മറച്ചു റിയാസിനെ. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് ആദിലിനെയും നൂറിനെയും കുറിച്ചാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത്? ശരിക്കും ഇന്നലെ വരെ അല്ലെങ്കിൽ റിയാസ് സലീം വന്നിട്ട് പോകുന്നത് വരെ ആദിലിക്കും നൂറയ്ക്കും പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇയാൾ വന്നിട്ട് പോയപ്പോൾ, റിയാസ് വന്നിട്ട് പോയതിനു ശേഷം ആദിലയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ഒരു ദോഷം മറിച്ചിട്ട പോലെ മാറിയിരിക്കുകയാണ്. എന്തോ ഒരു നെഗറ്റിവിറ്റി ആദിലയിൽ സ്പ്രെഡായ പോലെ. അതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. റിയാസിൻ്റെ എന്ത് വാക്കാണ് ആദിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റും. അധികം ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൊടുമ്പിരി കൊണ്ട് 50ാമത്തെ ദിവസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരുമായിട്ട് തല്ല് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസും ഉറക്കമുണരുന്നത്. പ്രത്യേകിച്ച് ക്വാളിറ്റി കോണ്ടന്റ് വല്ലതും കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ചലഞ്ചേഴ്സ് വന്നതിന് ശേഷമാണെങ്കിൽ പോലും ക്വാളിറ്റിയുള്ള ഒരു കണ്ടന്റും അവിടുന്ന് വരുന്നില്ല. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ശ്വേതാ മേനനും അതുപോലെ സാബുമോനും വന്ന സമയത്ത് കുറേയൊക്കെ നല്ല കാര്യങ്ങൾ, കുറേയൊക്കെ തമാശകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ശോഭയും അതുപോലെ ഷിയാസ് കരീമും റിയാസൊക്കെ വന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ഈ വന്ന 3 പേര് പോലും കണ്ടസ്റ്റൻസ് ആയിട്ട് മാറുന്നൊരു അവസ്ഥയാണ് കണ്ടത്. അവിടെ ഉള്ളവർക്ക് വന്ന ഗസ്റ്റുകളോട് യാതൊരു ബഹുമാനവും ഇല്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ശ്വേതാമേനൻ വന്നപ്പോൾ ഒരു രാജ്ഞി എന്ന ലെവലിലാണ് അവർ വരുന്നത്, ക്യൂൻ എന്ന പേരിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഒരു ഗസ്റ്റിനോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ് അവിടെയുള്ള ആൾക്കാർ, ആ വീട്ടിലുള്ള ആൾക്കാർ, ജാസ്മിനും അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും. അതിൽ ജാസ്മിൻ റോബോട്ടിൻ്റെ വേഷമൊക്കെ കിട്ടി ഭയങ്കര രസമായിരുന്നു കാണാൻ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന 1-2 പേരെന്ന് പറയുന്നത്, ഒന്ന് ഷാനവാസ്, അനീഷ്, അനുമോള്, അതുപോലെ ആദിലയുടെ പെർഫോമൻസ് ഓക്കെ, കാര്യം ദൂർത്തടിക്കുന്ന ഒരു മകളുടെ ക്യാരക്ടറാണ്, അതൊക്കെ. പിന്നെ സാബുമാൻ ഒരു രക്ഷയില്ലായിരുന്നു. 3-4 മണിക്കൂറൊക്കെ വെയിലത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അത് ഫുൾ കോസ്റ്റ്യൂം ഇട്ട് മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺസഹിക്കബിൾ. അത്രയും ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച സാബുമാൻ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവനൊരു മരവാഴിയാണ്, അവൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് സാബുമാൻ്റെ ഗ്രാഫ് മാറിയിട്ടുണ്ട്. അയാളുടെ ആൾക്കാർക്ക് ഒരു സഹതാപം തോന്നിയിട്ടുണ്ട്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സാബുമാൻ ഒരു ജെന്യൂൻ പേഴ്സണാണ്, ഒരു നിഷ്കളങ്കനായ ഒരു പയ്യനാണ്. അവനൊരിക്കലും ഒരു BB മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവൻ തട്ടിമുടിക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, പക്ഷേ അവനൊരു ജെന്യൂൻ പേഴ്സൺ ആണ്. ഇന്ന് സംസാരിക്കാവുന്ന വിഷയം ഇതൊന്നുമല്ല. റിയാസ് വന്നു പോയതിനു ശേഷം ആദിലേക്ക് നൂറയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതിൽ എസ്പെഷ്യലി എടുത്ത് നോക്കുകയാണെങ്കിൽ ആദിലേക്ക് നോമിനേഷൻ വന്നപ്പോൾ നെവിനെ ആദിലെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഷാനവാസിനെ മോശമായിട്ട് നെവിൻ ഷാനവാസിനോട് ബിഹേവ് ചെയ്തു എന്ന കാരണം പറഞ്ഞിട്ടാണ്. അത് ഷാനവാസ് ആദിലോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്? ഒരു സുഹൃത്ത് നമ്മളെ വിശ്വസിച്ചൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ലാഭത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് സൗഹൃദമാവുന്നത്? ഒരു പക്ഷേ ആദിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു വിഷയം ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കത്തി നിൽക്കുന്നത്. ഷാനവാസിന് അത് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഷാനവാസ് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ ആദിലേക്ക് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണെന്ന്. നൂറ പേടിച്ചിരിക്കുകയാണ്. കാരണം ആദില ഇനി അധിക നാളെ ബിഗ് ബോസ് ഹൗസിന് ഉണ്ടാവും എന്നുള്ള കാര്യം ഒന്നും ഉറപ്പില്ല. കഴിഞ്ഞ 2 ദിവസം മുൻപ് കണ്ട ഒരു ആദിലയുടെ ഫേസ് അല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അതിനകത്തൊരു ക്രൂവൽ ഫേസ് ആണ്. എല്ലാവരോടും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ അനീഷിനോടൊക്കെ ഇന്നത്തെ ലൈവിൽ കണ്ടു, അനീഷിനോടൊക്കെ വെറുതെ ദേഷ്യപ്പെടാണ്. ഇറങ്ങിക്കിടന്ന നൂറേനെ അല്ലെങ്കിൽ തലവേദനയായിട്ടെന്തോ കിടന്ന നൂറേനെ അനീഷ് വിളിക്കാൻ പോയപ്പോൾ അനീഷിനോട് ഷൗട്ട് ചെയ്യാണ്. വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തോടെ തീരാണ്. അല്ലെങ്കിൽ അവൾ തലവേദനയായിട്ട് കിടക്കുകയാണ്, അനീഷ് അത് അറിയാനാണ് പോയി വിളിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആദിലെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ് അനീഷിനോട്. എന്തിനാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആദിലേക്ക് എവിടെ നിന്ന് കിട്ടി? ഓഫ് കോഴ്സ് അത് റിയാസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം റിയാസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ, റിയാസ് ഒരു ബിഗ് ബോസ് ഗെയിമറേ അല്ലായിരുന്നു. റിയാസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ വെറുതെ പ്രൊവോക്ക് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ആളുകളെ കൊണ്ട് റിയാക്ട് ചെയ്യിക്കുക. ഇതായിരുന്നു റിയാസിൻ്റെ ഒരു ഗെയിം. ആ ലെവലിലേക്ക് ആദില മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഫേസിൽ ഫുൾ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വന്നേക്കാണ്. ഈ ഒരു രീതിക്കാണ് പോകുന്നതെങ്കിൽ ആദില അധിക നാൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന സമയത്ത് ഭയങ്കര ക്യൂട്ട് കപ്പിളായിട്ട് വന്ന 2 പേർ. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുകയാണ്. അത് ബിഗ് ബോസ് ഗ്രൂപ്പ് പോർട്രേറ്റ് ചെയ്യണമെന്നോ അറിയത്തില്ല. പക്ഷേ ഇവർ പെരുമാറുന്നതല്ലേ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. പുറത്ത് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്.
ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. പിന്നെ ഷാനവാസ് ശരിക്കും ആ ഒരു വിഷയം പുറത്ത് പറയണമെന്ന് ഒന്നും വിചാരിച്ചതെന്നല്ല. ആദില പറഞ്ഞതുകൊണ്ട്, നെവിൻ്റെ വിഷയം ആദില എടുത്ത് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഷാനവാസ് എന്ന് പറയേണ്ടി വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ബിഗ് ബോസ് അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നതും അത് പുറത്തേക്ക് ഷാനവാസിന് എങ്ങനെയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നതും ഒക്കെ അനുസരിച്ചിരിക്കും ഷാനവാസിൻ്റെ മുന്നോട്ടുള്ള യാത്ര. ഇനി നിലപാടുള്ളൊരു മനുഷ്യൻ അത് അനീഷ് തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിക്കും ഇന്നലെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഷാനവാസിൻ്റെ ഭാഗം ന്യായമുണ്ടോ അന്യായമാണോ? അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ അവൻ കള്ളം പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അവൻ പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിഞ്ഞാൽ ആദ്യം തള്ളി പറയുന്നത് ഞാനായിരിക്കും. അതാണൊരു സുഹൃത്ത്. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ ഇങ്ങനെ പറഞ്ഞോ, എന്നാൽ നിന്റെ കൂടെ ഞാനില്ല, അവൻ അങ്ങനെയാണ്, നീ എന്തിനാ അത് പറയാൻ പോയത് എന്ന് ചോദിച്ച് തള്ളി പറയുന്നതല്ല സുഹൃത്ത്. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ആ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുക, അവൻ്റെ ഭാഗം ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കുക. ഇനി അവൻ ചെയ്തത് അല്ലെങ്കിൽ അവൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആദ്യമേ തള്ളി പറയേണ്ടത് ഈ സുഹൃത്ത് തന്നെ ആയിരിക്കണം. അതാണ് അനീഷിൻ്റെ ക്യാരക്ടർ. ജെന്യൂൻ പേഴ്സണാണ്, പ്യുവർ സോളാണ്, അയാളൊരു നല്ലൊരു ഗെയിമറാണ്, മൈൻഡ് ഗെയിമറാണ്. അയാൾക്ക് എവിടെ എങ്ങനെ എന്ത് ചെയ്താൽ എങ്ങനെ പുറത്തു പോകുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ കട്ടൺ റൈറ്റായിട്ട് പറയുന്നുണ്ട്, അനീഷ് മാത്രമാണ് ഈ ചലഞ്ചേഴ്സ് വന്ന സമയത്ത് ശോഭ എല്ലാവരെയും ഇൻസൾട്ട് ചെയ്തു, റിയാസ് പലരെയും ഇൻസൾട്ട് ചെയ്തു. അതിനകത്ത് അനീഷ് മാത്രമാണ് സമരം ചെയ്തു നിന്നതും ഒപ്പം ശോഭയെ കൊണ്ട് മാപ്പ് പറയിച്ചത്. ചലഞ്ചറായിട്ട് വന്നൊരു വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് വന്നൊരു വ്യക്തിയെ കൊണ്ട് മാപ്പ് പറയിച്ചത് അനീഷ് മാത്രമാണ്. അങ്ങനെ ആവണം. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കരയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ അവരെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്, ഞാൻ അവിടെ ചോദ്യം ചെയ്യണം. അനുമോളുടെ പ്ലാച്ചി എടുത്ത് എറിഞ്ഞപ്പോൾ അത് അനുമോൾക്ക് നല്ലതായിട്ട് മാറി. സംഭവം ശരിയാണ്. കാരണം അനുമോളുടെ പ്ലാച്ചി പുറത്ത് നെഗറ്റീവ് ഒരു ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് അനുമോൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി റിയാസ് ചെയ്തൊരു പണിയാണത്. അത് അനുമോൾക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. ഇന്നത്തെ ലൈവിൽ ആരും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനുമോളോട് കാണിച്ചത്, അനുമോൾക്കൊരു ഹിൻഡ് കൊടുക്കുകയാണ് ഷിയാസ് ചെയ്തത് ആ പ്ലാച്ചി എടുത്ത് കളഞ്ഞതിലൂടെ. അതോടുകൂടി അനുമോളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ നിന്നല്ലോ. വൈൽഡ് കാർഡ് വന്നപ്പോൾ തന്നെ അനുമോളുടെ കരച്ചിൽ കഴിഞ്ഞു. പിന്നെ അനുമോൾ അങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല. പിന്നെ കരഞ്ഞെന്ന് പറയുന്നത് പ്ലാച്ചി എടുത്ത് എറിഞ്ഞപ്പോഴാണ്. അപ്പോൾ അനുമോൾക്ക് മനസ്സിലായി പുറത്ത് ഇങ്ങനെയാണ് സംഭവങ്ങൾ പോകുന്നതെന്ന് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. കുഞ്ഞു കുഞ്ഞു ഹിൻഡുകൾ മതിയല്ലോ പിടിച്ചെടുക്കാനായിട്ട്. അത് ഇന്ന് ആരും വളരെ വ്യക്തമായിട്ട് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എപ്പിസോഡിൽ വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി പറയാനുള്ളത് ഷാനവാസിൻ്റെ കാര്യമാണ്. ഷാനവാസിൻ്റെ ഈ നെവിൻ്റെ ഒരു വിഷയം നമുക്ക് നാളെ സംസാരിക്കാം. കാര്യം അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ അത് ചോദ്യം ചെയ്യുന്നു, ഷാനവാസിൻ്റെ മറുപടി എന്താണ്. എനിക്ക് തോന്നുന്ന കാര്യം അനുമോളെ പോലെയോ അല്ലെങ്കിൽ ലക്ഷ്മിയെ പോലെയോ നാളെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ പിടിച്ച് നിൽക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവിടെ എന്തും സംഭവിക്കാം. പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഷാനവാസ് ചിലപ്പോൾ ഷോ കിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ സംഭവിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് കണ്ടറിയണം. പക്ഷേ അങ്ങനെ കിറ്റ് ചെയ്ത് പോയാൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരാളും അങ്ങനെ നിൽക്കില്ല. ഇപ്പോൾ അനുമോള് ലക്ഷ്മിയൊക്കെ നിന്ന പോലെ ഷാനവാസ് നിൽക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആരുടെ ഭാഗത്താണ് ന്യായം അത് പുറത്ത് വരട്ടെ. ഷാനവാസ് അനാവശ്യമായിട്ട് ഇത്തരമൊരു വിഷയത്തിൽ എടുത്തിടുമോ എന്നറിയില്ല. അതൊക്കെ കണ്ടറിയണം. റിയാസിനെ എടുത്തെടുത്ത കാര്യം ഒരു കാര്യവുമില്ലാതെയാണ് റിയാസ് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്തത്. ചായ അല്ലെങ്കിൽ കോഫി ബെഡ്ഷീറ്റിൽ വീണു, അത് മാറ്റാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് മാറ്റാമെന്ന് പറഞ്ഞു. അവിടെ തീരേണ്ട വിഷയമാണ്. പക്ഷേ റിയാസിന് അപ്പം മാറ്റിയേ പറ്റൂ. അതിനുവേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടി. അവിടെ ഉണ്ടായിരുന്ന ബ്ലാങ്കറ്റ് എല്ലാം വലിച്ചു വാരി താഴെ ഇട്ടു. അത് കഴിഞ്ഞ് വേസ്റ്റ് ബിന്നിൽ നിന്ന് വേസ്റ്റ് എല്ലാം വാരി ലിവിങ് റൂമിൽ ചെതറിയിട്ടു. എന്തൊക്കെ കാണിച്ചു കൂട്ടി. അതിനെ കുടപിടിക്കാൻ നെവിനും. ആലോചിച്ച് നോക്കിയേ, എൻ്റെ വീട്ടിലുള്ള ഒരാൾക്കെതിരെ എന്ന ഗസ്റ്റ് ചെയ്യുന്ന പേക്കൂത്തിന് കുടപിടിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള വേറൊരാൾ തന്നെയാണ്. ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഒരാളെ അവിടെ വിശ്വസിക്കാൻ പറ്റില്ല. തരം കിട്ടിയാൽ എല്ലാവരും പുറകിൽ നിന്ന് കുത്തും. ഇതാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സീസണിലോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊന്നും ആരോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. സൗഹൃദം പോലും അവനിൽ നിന്ന് എന്ത് കിട്ടും എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. എന്ത് പിടിച്ചെടുക്കാൻ പറ്റും, അത് നാളെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതാണല്ലോ മസ്താനിക്കും പറ്റിയത്. മസ്താനി പോയിട്ട് ഒനിയിൽ വയറി പിടിച്ചെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി അത് വേറെ ലെവലിലേക്ക് അവതരിപ്പിച്ചു. അങ്ങനെ ആരൗട്ടായി? മസ്താനി ഔട്ടായി. പക്ഷെ ലക്ഷ്മി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. റിയാസ് വന്നതോടുകൂടി ലക്ഷ്മിയുടെ ഗ്രാഫ് ഉയർന്നതല്ലാണ്ട് താഴെ പോയിട്ടില്ല. റിയാസിന് ഓൾറെഡി ഹേറ്റേഴ്സ് ഉണ്ട്. മലയാളം ബിഗ് ബോസ് പോയിട്ട് അവൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവൻ ഉണ്ടായിരുന്ന സീസണിൽ പോലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, തനിക്ക് മലയാളം അറിയത്തില്ലേ, ഏത് മീഡിയമാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ച് ഒരു ദിവസം ഏറെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റിയാസ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ ഡയലോഗ് അവിടെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ല. എല്ലാവരുടെയും നാവിൽ നിന്ന് വരുന്നത് ക്വാളിറ്റി ഇല്ലാത്ത വാക്കുകളാണ്. പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ. റിയാസിൻ്റെ സീസണിൽ റിയാസിനെ ലാലേട്ടനെ എടുത്ത് നിർത്തി ഒരിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ, മോശമായിട്ട് സംസാരിക്കുന്നതിൻ്റെ പേരിൽ. ഇത് കുട്ടികൾ പോലും കാണുന്ന ഷോ ആണ്, നിങ്ങൾ പറയുന്ന ഒന്ന് മ്യൂട്ട് ചെയ്ത് കാണിക്കേണ്ട ഷോ അല്ല എന്ന് പോലും ലാലേട്ടൻ പറഞ്ഞത് റിയാസിനെയാണ്. ആ റിയാസാണ് ഇപ്പോൾ വന്നിട്ട് ക്വാളിറ്റി പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം സ്വയം നന്നായിട്ട്
മറ്റുള്ളവരെ നന്നാക്കാൻ പോയാൽ പോരെ റിയാസേ? അല്ല, അറിയാത്തൊരു ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണേ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് പോരെ എത്തവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകാൻ അല്ലേ? അപ്പോൾ റിയാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയാണ് ഷാനവാസ് വിട്ടത്. ആ ഫ്രസ്ട്രേഷനാണ് റിയാസ് എയർപോർട്ടിൽ വന്നിട്ട് മീഡിയക്കാരോട് കാണിച്ചത്, ഷാനവാസിനെതിരെ സംസാരിച്ചത്. ഷാനവാസിനും ലക്ഷ്മിക്കെതിരെ മാത്രമേ റിയാസ് സംസാരിച്ചിട്ടുള്ളൂ, ബാക്കി ആരെക്കുറിച്ചും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ബാക്കി എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. പക്ഷേ റിയാസ് വന്നതോടുകൂടി ആദിലയുടെ നൂറയുടെയും ഗ്രാഫ് താഴേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു മാറ്റം. നൂറ പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നൂറ ആരെയും പുറകിൽ നിന്ന് കുത്തോ അല്ലെങ്കിൽ ആരോടും അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോകുക ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആദിൽ അങ്ങനെയല്ല. ആദിൽ എല്ലാവരുമായിട്ടും കമ്പനി കൂടുന്നുണ്ട്, എല്ലാവരിൽ നിന്നും ഓരോന്നൊക്കെ കേട്ട് വെച്ചിട്ട് അത് ഉപയോഗിക്കേണ്ട ഭാഗങ്ങളിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആതിരയ്ക്ക് യാതൊരു കാര്യവുമില്ല നെവിൻ്റെ വിഷയമെടുത്ത് അവിടെ സംസാരിക്കാൻ. അതിൽ അത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ അതിൽ പെട്ടുപോകുന്നത് ഇപ്പോൾ ഷാനവാസാണ്. ആ സൗഹൃദം അവിടെ പോയേ. ഇതാണ് പക്ക ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറയുന്നത്. പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനെയാണ്. ഇത് തന്നെയാണ് ആദില അനുവിനോടും ചെയ്തത്. ഇസേലിൻ്റെ ആരിൻ്റെ വിഷയത്തിൽ അനുവിൻ്റെ ഒപ്പം നിന്ന് ആദില ലാലേട്ടൻ ചോദിച്ച സമയത്ത് അയ്യോ അങ്ങനെ ഞാൻ അങ്ങനെയല്ല ലാലേട്ടാ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പോലും അത് മനസ്സിലായില്ലായിരുന്നു എന്ന ലെവലിൽ ഒറ്റ അടിക്ക് തകിടം മറിഞ്ഞു. സോ ആദിലയുടെ ഒരു ക്യാരക്ടർ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എന്നാൽ നൂറ നേരെ ഓപ്പോസിറ്റുമാണ്. എനിവേ ഈ ഒരു വീക്കെൻഡ് കഴിയുമ്പോൾ അറിയാൻ പറ്റും ആരൊക്കെ അവിടെ നിൽക്കും, ആരൊക്കെ പോകുന്നുള്ളത്. ആദിലയുടെ ഈ ഒരു പോക്കാണെങ്കിൽ അധികം നാൾ മുന്നോട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇവരിൽ ഒരാളാണ് അവിടെ ഉള്ളതെങ്കിൽ ആ ഒരാളുടെ കളി മാറും, കളിയുടെ റേഞ്ച് മാറും. അത് ഉറപ്പുള്ള കാര്യം. അത് നൂറ തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. നൂറയുടെ റേഞ്ച് മാറും. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 5 വരെ എത്താൻ പറ്റുന്നൊരു കണ്ടസ്റ്റൻ്റാണ് രണ്ടുപേരും. പക്ഷേ അതിലൊരാൾ എനിക്ക് തോന്നുന്നില്ല മുന്നോട്ട് പോകുന്നുള്ളത്. ആളുടെ ഒരു ക്യാരക്ടറും ആൾ വിചാരിച്ചു റിയാസ് ആണ് എല്ലാം, റിയാസ് പറയുന്നതാണ് ശരി, അതാണ് ഇവരിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിൽ എന്തൊക്കെയോ കയറി കിടപ്പുണ്ട്. അത് ഇറങ്ങിപ്പോയാൽ മാത്രമേ അതിലേക്ക് മുന്നോട്ട് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അതിലെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അത് മാറണമെങ്കിൽ അതിലുള്ള മൈൻഡിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് പോകണം. അത് ആരോടെങ്കിലും അതിൽ സംസാരിച്ചാൽ മാത്രമേ പുറത്തേക്ക് പോകത്തുള്ളൂ. നൂറയോട് തന്നെ സംസാരിച്ച് കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.